പാട്ട് കിട്ടാൻ ആൾക്കാർ ബഹളം ഉണ്ടാക്കില്ലേ? 500 രൂപയുടെ മൊബൈലൊക്കെ മേടിച്ച് നന്നായിട്ട് വിളിച്ചോണ്ടിരുന്ന ഈ സാധനം കുഞ്ഞ് ചുണ്ണാമ്പ് തേക്കണ സാധനം കൊണ്ട് എന്റെ എനിക്ക് നിർത്താൻ അറിയാൻ പറ്റണ്ടേ? ആശാൻ ഇതന്നെ ആവേശം മേടിക്കാൻ പറഞ്ഞറിയോ? ഹൈടെക് കള്ളന്മാരുടെ നേതാവല്ലേ, അപ്പൊ ഇതൊക്കെ വേണം. ഇപ്പൊ സത്യം ഹൈടെക് കള്ളന്മാരുടെ നേതാക്കന്മാര്. ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടാ, എന്നാലും നീയൊക്കെ ചതിക്കണോടാ എന്നോട് ഇത് തന്നെ ചെയ്യണം. എടാ ഇത്രയും വലിയ കോട്ടയിൽ നീയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞാലേ നിന്നെയൊക്കെ കൊണ്ടുവന്നേ. എന്നിട്ട് നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോയില്ലോ. നീ അത് ആശാൻ തന്നെ കാരണം. ഞാൻ കാണിച്ചു നമ്മൾ ഒരുമിച്ച് വന്ന സമയത്ത് ആശാനല്ലേ മുമ്പിൽ കയറിട്ട് പറഞ്ഞത് കേറിപ്പോയിക്കോ എന്ന് കൈകൊണ്ട് അച്ഛൻ കാണിച്ചത്. ആര് കേറി പൊക്കോളാൻ പറഞ്ഞു? ആശാൻ. എടാ ഞാൻ ഇതേ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ കേറി വന്നപ്പോ മൊത്തം 8 കാലി വല വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചില്ലേ, ഞാനതിങ്ങനെ പറിച്ചു കളഞ്ഞതല്ലേ. കേറിപ്പോൻ പറഞ്ഞതാണോ? ആണോ? അല്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ മൊത്തം ഇരുട്ട്. ഞാൻ ഇതിലൊക്കെ ചെന്ന് 3-4 ഭിത്തിയിലും മറ്റേ തൂണയിലൊക്കെ ചെന്ന് അങ്ങ് ഇടിച്ച്. അത് ചുമ്മാ കള്ളത്തരം പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല. സത്യമായിട്ട് ഇടിച്ചു. ഈ 5-6 തൂണ ചെന്ന് മോന്ത ഇടിച്ചു കഴിഞ്ഞാലേ മോന്ത ചളങ്ങി പോകത്തില്ലേ ആശാനെ? നീ അവിടുത്തുകാരനാ. എന്റെ വയറ് വീർത്തിരിക്കണ. ഞാൻ ഇങ്ങനെ ഇടിച്ചപ്പോ വയറെന്നിടിച്ച മോത്തിന് എന്തെങ്കിലും പറ്റൂടാ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നമ്മൾ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പഴയ കൊട്ടാരത്തിൽ കക്കാൻ പറ്റും. അതെന്താ കാരണം? ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിനക്ക് പണ്ട് എന്നായിരുന്നു നിനക്ക് പണി? എനിക്ക് പണ്ട് പഴയ ചെമ്പ്, ഓട്, പിച്ചള, അലുമിനിയം പാത്രങ്ങൾ കൊടുക്കാറുണ്ടോ? എടാ ഞാൻ ഇവനെയൊക്കെ വല്ലതൊക്കെ ചെയ്യൂട്ടോ. നീ ഒന്ന് പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാക്കിയോണ്ട്. ഇതൊക്കെയാണ് ഉറക്കെ പറയുന്നത്. നമുക്ക് കിട്ടുന്നത് പഴയ ചെമ്പ് പിത്തളൊന്നും അല്ല, ആനക്കൊമ്പ് ആവരണം അല്ലേടാ. എടാ ഇവിടെ ഉണ്ടാവേനെ. ഇതൊക്കെ അവന്മാര് കേട്ട അവന്മാര് നമ്മളെ വെച്ചേക്കോ? എന്റെ ദൈവമേ, ഇതുപോലത്തെ 2 മണ്ടൻ ഭർത്താക്കന്മാരെ ആണല്ലോ ദൈവം എനിക്കല്ലോ അല്ല ശിഷ്യന്മാരെ ആണല്ലോ ദൈവം എനിക്ക് തന്നത്. അതെ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മൊത്തം മാറ്റി എന്തിനാണ് നമ്മൾ ഈ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നേക്കണം? എടാ ഇപ്പം ഹൈടെക് യുഗമാണ്, അത് യോ കാലമാണിത്. എടാ പണ്ടത്തെ പോലെ ഇങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പോണത് മോശമല്ലേ? തന്നെയല്ല ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാം. അപ്പൊ ചാനലും പത്രത്തിലൊക്കെ വരില്ലേ, അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് കിടന്നോട്ടാ. ഒരു ബുദ്ധിയില്ലല്ലോടാ, ഒരു ബുദ്ധി. അല്ല പറഞ്ഞ പോലെ ഒരു ബുദ്ധിയുള്ള ആകപ്പാടെ ബുദ്ധിയുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെന്തിയാടാ? അവനെന്തേ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്റെ പൊന്നെ, ആകപ്പാടെ ബുദ്ധിയുള്ളവൻ അവനാ. ആകപ്പാടെ ബുദ്ധിയുള്ളതാ അവനാ. ഡെയിലി ചെയ്ത് വെച്ചോ. ഇല്ല, അവന് കിട്ടിയില്ലേ? അല്ല ഇതിനകത്ത് കാശില്ല. കാശില്ലാത്ത മൊബൈലുണ്ടാ ബോസ് നടക്കുന്നത്. ഞാൻ വിളിക്കാം. ഓ സ്വിച്ച് കുത്തി അപ്പൊ അപ്പുറത്താക്കി സ്പീക്കറിൽ ഇട്ടേക്കാം. പേടിക്കാനൊന്നുമില്ല, ഒരു അപകടത്തിലും പെട്ടിട്ടില്ല അവൻ. അതല്ലോണ്ട് ചിരിക്കൊണ്ടിരിക്കണത്. അവൻ ചിരിക്കണതല്ല, അവന്റെ പുതിയ ഡയൽ ടോണാ അത്. ഹലോ 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 എടാ ബുദ്ധിമാൻ മോനെ. ഹലോ ബോസ് എവിടെയാ നിങ്ങള്? എടാ ഞങ്ങൾ ആ കൊട്ടാരത്തിന്റെ ഹാളിലുണ്ട്. അയ്യോ, എന്നത്തെ പോലെ ഇന്നും ഞാൻ പെട്ടു. ഇത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വന്ന് കയറി നിൽക്കുന്ന. അയ്യോ മാങ്ങണ്ടി മോറ, നീ എന്തിനാണ് അവിടെ കയറി നിൽക്കാൻ? അങ്ങനെ കിടന്ന് അലറല്ലേ. പിന്നെ ഇതിലും കേട്ട ആരെങ്കിലും ഓടി വരൂല്ലേ? ഒന്ന് പതുക്കെ വിളിക്കേ. ഇതെന്താ കാണിക്കണത്? ഇങ്ങനെ വിളിച്ച അവൻ കേൾക്കുവോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചത്. നീ എന്താണ് കിടന്ന് കാണിക്കുന്നത്? ഇറങ്ങി വാടങ്ങട്. എന്ത് പറയട്ടെ, ഇത് താഴോട്ട് ഇറങ്ങാനുള്ള വഴി അറിഞ്ഞല്ലോ. കുറെ നേരമായി മേളിൽ തന്നെ കിടന്ന് കറങ്ങുവാ ഞാൻ. നീ വഴി അറിയാതെ മേളിൽ കിടന്ന് നീ എന്താ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റോ? എടാ, നീ ഏത് വഴിക്കാണോ അങ്ങോട്ട് കയറിയത് ആ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങാൻ നോക്ക്. എന്റെ പൊന്നളി, ആ കേറി വന്ന വഴി ഞാൻ മറന്നുപോയെന്ന്. ഇവൻ സംഭവിക്കും. ഇവൻ വന്ന വഴി മറക്കും. അവൻ അങ്ങനെ പത്തനാ. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സ്മോള് തരാമോ എന്ന് കാല് പിടിച്ച് ചോദിച്ചു. ഞാൻ സ്മോള് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയാ അവൻ എന്നോട് പറയാ, എനിക്കിങ്ങനെ ആശാനപ്പം ലോക്കലായിട്ട് നടന്നാ പോരാ, എനിക്ക് കുറച്ച് കാശൊക്കെ ഒരുപാടുണ്ടാക്കി വലിയ നിലയിൽ എത്തണമെന്ന്. ഇപ്പൊ എങ്ങനെയാ വലിയ നിലയിലെത്തിട്ട് നല്ല സുഖമൊക്കെ ആണോ വീട്ടിലെല്ലാവർക്കും? ഞാൻ അങ്ങനൊന്നും പറയില്ല. അളിയാന്ന് പറഞ്ഞോളൂ, എനിക്ക് വഴി പറഞ്ഞു തരാൻ പറയും. ആശാന സംഭവം അതൊക്കെ മറന്നുതരാം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി തരണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാങ്ങ വല്ല ആണോ കല്ലിനെറിഞ്ഞ് താഴെ വീഴ്ത്താൻ? ഓത്ത് പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനല്ലേ അവൻ. ഞാൻ എങ്ങനെ ഇറക്കും? ബോസ്, അവന്റെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്ന് ചെന്ന് നിങ്ങളുടെ അടുത്തിട്ട് വാങ്ങട്. എടാ എന്റെ പെങ്ങടെ 1.5 വയസ്സായ കൊച്ചു പേരയ്ക്ക വരയ്ക്കാൻ മേളിൽ കയറി നിൽക്കും. അല്ലാതെ അവന് പോത്ത് പോലെ ഇരിക്കണ ചെറുക്കണ അവനെ ഞാൻ എങ്ങനെയൊക്കെ താഴെ ഇറക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് താഴെ ഇറക്കണം. ഞങ്ങളുടെ ഇത്രയും പേരെ ബുദ്ധി തരില്ല. ഒരു പീസ് എടുത്ത് തന്നെ കയ്യാൻ പെട്ടികൾ കിട്ടണം. അതുപോലെ തന്നെ 8 സമയം കൊണ്ട് നീ താഴെ എത്തിയിരിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് എണ്ണാൻ അറിയാൻ പാടില്ലെന്ന് നാട്ടുകാരറിയും. എന്ത് വെല്ലുവിളി സ്വീകരിച്ചാലും ശരി, 8 നിറഞ്ഞതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. ഒന്നേന്ന് എണ്ണണേക്കുമ്പോ താഴെ വന്നേനെ. ആശാനെ ഈ വീലുണ്ടോ? കണ്ടാ സ്വർണത്തിന്റെ തോന്നുന്നു. അത് വീൽ അലങ്കരിക്കാൻ പറ്റാണല്ല.
ഈ രാജാവിന് ചെറിയൊരു കടമുണ്ട്. വണ്ടിക്കാര് CC പിടിച്ചുകൊണ്ടാവാതിരിക്കാൻ വേണ്ടി വീലി ഊരി കൊണ്ടുവന്ന് പുള്ളിയോടെ വെച്ചേക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ മോഷണം തുടങ്ങി കഴിഞ്ഞാൽ ഒരറ്റത്ത് ആ അറ്റത്തോടുമ്പോഴും എല്ലാ സംഭവവും നമ്മുടെ കൈക്കലാക്കിയിരിക്കണം മുഴുവനും. പക്ഷെ വന്ന സമയത്ത് ഒരു ഐഡിയ വിട്ടുപോയിടാം. വലിയൊരു ചാക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ, ഈ കൊട്ടാരത്തിന്റെ പുറകെ ഇങ്ങനെ അടി കൂട്ടി പിടിച്ചങ്ങ് കൊണ്ടാവായിരുന്നു മൊത്തത്തില്. നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോ എന്ത് സംഭവം? ഇനി സംഭവം എന്ന് വെച്ചാൽ ഒന്നും വിടരുത്, ഒരു രത്നത്തിന്റെ തുണ്ട് പോലും നമ്മൾ വിട്ടുകളയരുത്. ശരി വാ.